നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഗൗതം അദാനിക്കെതിരായ എല്ലാ ക്രിമിനൽ കേസുകളും US ഫെഡറൽ കോടതി തള്ളി. കേസുകൾ അവസാനിപ്പിക്കുന്നതായി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് അറിയിച്ചു. ഇന്ത്യൻ ശതകോടീശ്വരൻ ഗൗതം അദാനി, സഹോദരീപുത്രൻ സാഗർ അദാനി, അദാനി ഗ്രീൻ എനർജി മുൻ CEO വിനീത് ജെയിൻ എന്നിവർക്കെതിരെ ഉണ്ടായിരുന്ന സാമ്പത്തിക തട്ടിപ്പും കൈക്കൂലി ആരോപണങ്ങളും ഉൾപ്പെട്ട ക്രിമിനൽ കേസ് അമേരിക്കൻ ഫെഡറൽ കോടതി പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ്. ബ്രൂക്സണിലെ ഡിസ്ട്രിക്ട് ജഡ്ജി നിക്കോളാസ് ഗരാഫീസാണ് കേസ് തള്ളിക്കൊണ്ടുള്ള നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത്. കേസ് അവസാനിപ്പിക്കാനുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിൻ്റെ ഹർജി കോടതി അംഗീകരിച്ചതോടെ അദാനി ഗ്രൂപ്പിന് മേൽ വർഷങ്ങളായി നിലനിന്നിരുന്ന വലിയൊരു നിയമ പോരാട്ടത്തിനാണ് അന്ത്യമായിരിക്കുന്നത്. വിധി സ്വാഗതം ചെയ്ത് ഗൗതം അദാനി അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയിലുള്ള പൂർണ്ണമായ വിശ്വാസവും ആദരവും എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ സോളാർ ഊർജ കരാറുകൾ സ്വന്തമാക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് $265 മില്യൺ കൈക്കൂലി നൽകാൻ ശ്രമിച്ചുവെന്നും ഇതിൽ US നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ആരോപിച്ച് 2024 നവംബറിലാണ് ജോ ബൈഡൻ ഭരണകൂടത്തിൻ്റെ അവസാന നാളുകളിൽ അദാനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്നാൽ ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ DOJ വിഷയം പുനഃപരിശോധിക്കുകയും കുറ്റാരോപണങ്ങൾ വിദേശ രാജ്യത്തെ ആഭ്യന്തര കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നും US മുൻഗണനകൾക്ക് ചേർന്നതല്ലെന്നും ചൂണ്ടിക്കാട്ടി കേസ് ഒഴിവാക്കാൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. അമേരിക്കയിൽ $10 ബില്യൺ നിക്ഷേപം നടത്താമെന്ന അദാനിയുടെ വാഗ്ദാനമാണോ കേസ് ഒഴിവാക്കാൻ കാരണമെന്ന് കോടതി ആരാഞ്ഞെങ്കിലും ഈ കരാർ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടില്ലെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ വ്യക്തമാക്കിയതോടെയാണ് കോടതി ഹർജി അംഗീകരിച്ചത്. കോടതി വിധിയെ വിനയത്തോടും ആദരവോടെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രതികരിച്ച ഗൗതം അദാനി നീതിപീഠത്തിലും സത്യത്തിലും ഉള്ള വിശ്വാസം ഒരിക്കലും തകർന്നിട്ടില്ലെന്ന് വ്യക്തമാക്കി. പ്രതിസന്ധി ഘട്ടങ്ങളിലും തങ്ങളോടൊപ്പം നിന്നവർക്ക് നന്ദി അറിയിച്ച അദ്ദേഹം രാജ്യ നിർമ്മാണത്തിനും മൂല്യവർദ്ധനവിനുമായി പ്രവർത്തനം തുടരുമെന്ന് ഉറപ്പു നൽകി. ക്രിമിനൽ കേസ് പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടെങ്കിലും SECയുമായുള്ള സിവിൽ കേസിൽ കരാറിലെത്തിയ അദാനി ഗ്രൂപ്പ് തുക പിഴയായി ഒടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ഈ വിധിയോടെ അന്താരാഷ്ട്ര വിപണിയിൽ അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരി മൂല്യത്തിലും വിപുലീകരണ പദ്ധതികളിലും വലിയ മുന്നേറ്റമുണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. എന്തായാലും അദാനി ഗ്രൂപ്പ് തങ്ങളുടെ ഭാഗത്തുള്ള ന്യായം, സത്യം, നീതി ഇതെല്ലാം അമേരിക്കൻ കോടതിയെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഒരു വിദേശ രാജ്യത്ത് നടന്ന എന്ന് പറയപ്പെടുന്ന ഒരു വിഷയത്തിൽ അത് അഴിമതിയോ ക്രിമിനൽ കുറ്റമോ എന്തുമാകട്ടെ, അതിൽ അമേരിക്കൻ കോടതികൾക്ക് ഇടപെടാൻ കഴിയുന്നതല്ല എന്ന ആ സാഹചര്യത്തെയും ഇവിടെ അമേരിക്കൻ കോടതി ഉയർത്തിക്കാട്ടിയിരിക്കുന്നു. എന്തായാലും ഏറ്റവും നല്ല ഒരു വിധിയാണ് അദാനിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. അദാനി വിമർശകരുടെ വായടപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ എല്ലാ ആരോപണ ശരങ്ങളെയും നിഷ്പ്രഭമാക്കുന്ന ഒരു വിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസവും സോഷ്യൽ മീഡിയയിൽ മറ്റൊരു വെളിപ്പെടുത്തൽ കണ്ടു. ഹിഡൻബർഗ് അദാനിക്കെതിരെ പുതിയ ഒരു കണ്ടെത്തലുമായി വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു മുന്നറിയിപ്പാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടത്. ഫേസ്ബുക്കിലും മറ്റുമൊക്കെ അതിൻ്റെ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതായത് നമുക്കൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഗൗതം അദാനിയെയും അദാനി ഗ്രൂപ്പിനെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് പുറത്ത്, പ്രത്യേകിച്ചും അമേരിക്കയിൽ എന്തൊക്കെയോ ചില ഗൂഢതന്ത്രങ്ങൾ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട് എന്ന സംശയം കൂടുതൽ ബലപ്പെടുകയാണ്. നേരത്തെയും ഹിഡൻബർഗ് ഈ പറഞ്ഞതുപോലെ അദാനിക്കെതിരെ അദാനിയുടെ ഓഹരികളെ സംബന്ധിച്ച ഒരു ആരോപണവുമായി അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലുമായിട്ട് രംഗത്ത് വന്നിരുന്നു. അതെല്ലാം പൊട്ടത്തെറ്റായിരുന്നു എന്ന്, ആ കണക്കുകളെല്ലാം പൊട്ടത്തെറ്റായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, അദാനിയെ കരുതിക്കൂട്ടി ആക്രമിക്കാൻ, അദാനിയെ തകർക്കാൻ എവിടെയൊക്കെയോ ശ്രമം നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഒരു വലിയ ഒരു കോർപ്പറേറ്റ് ബിസിനസ് ഗ്രൂപ്പ് ഉയർന്നു വരുന്നത് ആരുടെയൊക്കെയോ ഉറക്കം കെടുത്തുന്നു.
ആരുടെയൊക്കെ കണ്ണിലെ കരടായി മാറിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഹിഡൻബർഗിൻ്റെ വെളിപ്പെടുത്തൽ എന്ത് തന്നെ ആയാലും ശരി, അതിനകത്ത് യുക്തിയും സത്യവുമില്ലെങ്കിൽ ജനം അതിനെ തള്ളിക്കളയുമെന്ന് തീർച്ചയാണ്. ഇപ്പോഴിതാ അദാനിയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് കണ്ടിട്ടാണ് അമേരിക്കൻ കോടതി അദാനിക്കെതിരായ എല്ലാ കേസുകളും നിർത്തിവെപ്പിച്ചതും ആ കേസുകളെല്ലാം ഈ പറഞ്ഞതുപോലെ എഴുതിത്തള്ളാൻ തീരുമാനിച്ചതും. മാത്രമല്ല അവിടെ മറ്റൊരു സംഭവത്തിൽ ഒരു സിവിൽ ആയി നടക്കുന്ന ഒരു കേസിൽ അദാനി പിഴയടയ്ക്കാമെന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. എന്തായാലും അത് അദാനി ഗ്രൂപ്പും അമേരിക്കയിലെ കമ്പനികളുമായിട്ടുള്ള വിഷയമാണ്. അതിനകത്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിഴ അടയ്ക്കേണ്ടി വരും, അതിലൊരു സംശയവുമില്ല. അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥ വളരെ കർക്കശമാണ്. അവരൊരിക്കലും അവരുടെ ആ ഒരു നിലപാട് അത് വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ നടപ്പാക്കുന്നവരാണ്. നമുക്കത് നന്നായിട്ട് അറിയാം. നമ്മുടെ രാജ്യത്തെ പോലെയല്ല നിയമവ്യവസ്ഥ, കുറേ കൂടി വ്യത്യസ്തമാണ് അമേരിക്കയിൽ. ഇപ്പോഴിതാ അദാനിക്ക് ഏറ്റവും ആശ്വാസകരമായ ഒരു വിധി നൽകി അമേരിക്കൻ കോടതി അവരുടെ ആ നീതിബോധം ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഇവിടെ സന്തോഷത്തോടു കൂടി പങ്കുവയ്ക്കാൻ കഴിയും. എന്തായാലും അദാനിയുടെ വളർച്ച അത് നാൾക്കുനാൾ പുരോഗമിക്കുമ്പോൾ ശത്രുക്കളുടെ എണ്ണവും കൂടി വരുന്നുണ്ട് എന്ന് വ്യക്തമാണ്. ഈ പറഞ്ഞതുപോലെ രാജ്യം കടന്നും വിദേശ രാജ്യങ്ങളിലേക്കും അദാനി വളരുന്നു. പ്രത്യേകിച്ചും ഗൾഫ് മേഖലയിൽ, ഇറാനിൽ അടക്കം, അല്ലെങ്കിൽ മറ്റു പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഒക്കെ ഇപ്പോൾ അദാനിക്ക് നിക്ഷേപമുണ്ട്. ആ നിക്ഷേപം പല പല പുതിയ ബിസിനസ് മേഖലകളെയും കീഴടക്കാൻ, അവിടെയൊക്കെ വെന്നിക്കൊടി പാറിക്കാൻ അദാനിയെ സഹായിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അദാനിക്ക് അതിന് കഴിയുന്നു എന്നുള്ളതാണ്. ഇതിൽ അസൂയ പൂണ്ട അല്ലെങ്കിൽ ഇതിൽ വിറളി പിടിച്ച ഒരു കൂട്ടം ആൾക്കാർ എവിടെയൊക്കെയോ ഉണ്ട്. ഒരു പക്ഷേ അത് നമ്മുടെ രാജ്യത്തിനകത്തും ഉണ്ടാകാം, നമ്മുടെ രാജ്യത്തിന് പുറത്തും ഉണ്ടാകാം. അങ്ങനെ ഉള്ളവർ ആണ് അദാനിക്കെതിരെ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ അദാനി ഗ്രൂപ്പിന് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞേക്കും, അവർക്കതിനുള്ള കരുത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോഴുണ്ടായിരിക്കുന്ന വിധി അദാനി ഗ്രൂപ്പിന് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന് പോലും അഭിമാനിക്കാൻ കഴിയും. കാരണം ഒരു ഇന്ത്യൻ കമ്പനി ഇത്തരത്തിൽ കരിമ്പട്ടികയിൽ പെട്ടാൽ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തി അതിന് ശിക്ഷ ഏറ്റുവാങ്ങി കരിമ്പട്ടികയിൽ പെട്ടാൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തെയും അന്തസ്സിനെയും കൂടി ബാധിക്കുന്നതാണ്. എന്തായാലും തൻ്റെ സത്യസന്ധത തെളിയിച്ച് അദാനി ഗ്രൂപ്പിന് അവിടെ നീതി നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സിനും അഭിമാനത്തിനും മുതൽക്കൂട്ടാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നന്ദി, നമസ്കാരം.